നമസ്കാരം. ഓം ഓം ഓം. കുജനം രമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 24. ശ്രീരാമൻ ലക്ഷ്മണനോട് സീതയെയും കൂട്ടി ഗുഹയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ജ്യേഷ്ഠൻ പറഞ്ഞാൽ അതിന് മറുവാക്കില്ലെന്നറിയാവുന്ന ലക്ഷ്മണൻ മനസ്സില്ലാ മനസ്സോടെ ഗുഹയിലേക്ക് സീതയെയും കൂട്ടി പോകുന്നു. അപ്പോൾ ശ്രീരാമൻ ആവൂ എന്ന് സമാശ്വസിക്കുന്നു. എൻ്റെ അനുജൻ ഞാൻ പറഞ്ഞതുപോലെ പോയല്ലോ എന്ന ആശ്വാസം ശ്രീരാമൻ്റെ മുഖത്ത് സ്പഷ്ടമാകുന്നു. ഇപ്പോൾ യുദ്ധസന്നദ്ധനായിട്ട് നിൽക്കുന്ന രാമനെ കണ്ട സമസ്ത ജീവജാലങ്ങളും പേടിച്ചരണ്ടു. ധർമാത്മാവായ ശ്രീരാമൻ ഒറ്റയ്ക്കാണ്. എന്നാൽ അതിവീരന്മാരായ രാക്ഷസന്മാർ 14,000 ഉണ്ട്. യുദ്ധത്തിൽ ശ്രീരാമന് ജയിക്കാൻ ആകുമോ എന്ന് ഋഷിമാരും ബ്രഹ്മസത്തമന്മാരും എല്ലാവരും ആശങ്കപ്പെടുന്നു. അവരെല്ലാവരും ആകാശത്ത് യുദ്ധം കാണാൻ ഉത്സുകരായി വന്ന് നിരന്ന് നിൽക്കുകയാണ്. അവരെല്ലാവരും ഉത്കണ്ഠയോടെ രാമൻ്റെ യുദ്ധം കാണാൻ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. 26 തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 26. രൂപം അപ്രതിമം തസ്യ രാമസ്യ ക്ലിഷ്ടകർമ്മണഃ ബഭൂവ രൂപം ക്രുദ്ധസ്യ രുദ്രസ്യേവ മഹാത്മനാം. അദ്ദേഹത്തിൻ്റെ അക്ലിഷ്ടമായി എന്തും ചെയ്യാൻ കഴിവുള്ള രാമൻ്റെ ആ പ്രതിമ രൂപം അവർ നോക്കി നിന്നു. അപ്രതിമമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രുദ്രതുല്യമെന്ന് പറയുന്നതിനെ മുൻനിർത്തി ആ രൂപം രുദ്രൻ്റെ തന്നെയാണെന്നും വ്യാഖ്യാനമുണ്ട്. ശ്ലോകം 27-28. ഇതി സംഭാഷ്യമാണേതു ദേവഗന്ധർവചാരിണൈഹൈ തതോ ഗംഭീരനിർഘ്രാദം ഘോരജർഭായുധധ്വജം. ശ്ലോകം 28. അനീകം യാതുധാനാനാം സമന്താത് പ്രത്യവദ്യത വീരാലാപാൻ വിസൃജ്യതാം അന്യോന്യം അഭിഗച്ഛതാം. 27-28 ശ്ലോകങ്ങളുടെ അർത്ഥം. ദേവഗന്ധർവചാരണാദികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ രാക്ഷസന്മാരുടെ സൈന്യം അതിഭീകരമായ ശബ്ദ കോലാഹലത്തോടെ നാലുപാടും കാണായി. അവരുടെ പോർവിളികളും അന്യോന്യമുള്ള ശൗര്യഭാഷണങ്ങളും മുഴങ്ങി. ശ്ലോകം 29. ചാപാനി വിസ്ഫാരയതാം ജൃംഭതാം ചാപ്യഭീക്ഷ്ണശഃ വിപ്രഘുഷ്ടസ്വനാനാം ച ദുന്ദുഭീം ചാപി നിഘ്നതാം. അവർ വില്ലുകളുടെ ഞാണലി മുഴക്കി. കൂടെ കോട്ടുവായി ഇട്ടു. അട്ടഹാസം ചെയ്തു. പെരുമ്പറകൾ അടിച്ചു. 30-32 ശ്ലോകങ്ങൾ. 30, 31, 32 ശ്ലോകങ്ങൾ. തേഷാം സുതുമൂലശബ്ദഃ പൂരയാമാസ തദ്വനം തേന ശബ്ദേന വിത്രസ്ത ശ്വാപദാവനചാരിണഃ. ദുദ്രൂവുര്യത്ര നിശബ്ദം പൃഷ്ട്യതോ നവലോകയൻ തച്ചാനീകം മഹാവേഗം രാമം സമനുവർത്തതാം.
ശ്ലോകം 32. ധൂതാനാനപ്രഹരണം ഗംഭീരം സങ്കരോപമം രാമോപി ചാരയം ചക്ഷു സർവതോരണപണ്ഡിത. 30, 31, 32 ശ്ലോകങ്ങളുടെ അർത്ഥം. അതുമൂലമുണ്ടായ ശബ്ദഘോഷം കാട്ടിൽ നിറഞ്ഞുയർന്നു. പേടിച്ചരണ്ട ഹിംസ്രങ്ങളായ വന്യമൃഗങ്ങൾ ഓടിപ്പോയി. ശബ്ദമെത്താത്ത ദൂരങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. ആ പെരുമ്പട അതിവേഗത്തോടെ രാമനെ സമീപിച്ചു, നാനാവിധമായ പടക്കോപ്പുകളോടുകൂടി. ശ്ലോകം 33. ദദർശ ഖരസൈന്യം തദ് യുദ്ധായാഭിമുഖോ ഗതഃ വിദത്യ ച ധനുർഭീമം തൃണാച്യുത്യുത്യസായകാൻ. ശ്ലോകം 33 അർത്ഥം. കടലുപോലെ പരന്ന ആ പടയെ യുദ്ധവിദഗ്ധനായ രാമൻ ആകെ അവലോകനം ചെയ്തു. യുദ്ധത്തിനായി അഭിമുഖമായി എത്തിയ ആ ഖരസൈന്യം കണ്ട് രാമൻ തൻ്റെ ഭീമമായ വില്ലുകുലച്ച് ആവനാഴിയിൽ നിന്ന് അമ്പുകൾ വലിച്ചെടുത്തു. ശ്ലോകം 34. ക്രോധാമാഹാരയത്തീവ്രം വധാർത്ഥം സർവരക്ഷസാം ദുഷ്പ്രേക്ഷ്യ ഛാപവത് ക്രുദ്ധോ യുഗാന്താഗ്നിരിവജ്വലൻ. ശ്ലോകം 34 അർത്ഥം. സർവരാക്ഷസന്മാരെയും വധിക്കുന്നതിനായി അതിതീവ്രമായ ക്രോധം സംഭരിച്ചു. ക്രുദ്ധനായ രാമൻ കൽപ്പാന്ത വന്യ പോലെ നേരെ നോക്കാൻ വയ്യാത്തവനായി ഭവിച്ചു, അതായത് ദുഷ്പ്രേക്ഷനായി ഭവിച്ചു. ശ്ലോകം 35. തം ദൃഷ്ട്വാ തേജസാവിഷ്ടം പ്രാവ്യധൻ വനദേവതാഃ തസ്യ രുഷ്ടസ്യ രൂപം തു രാമസ്യ ദദൃശേ തദാ ദക്ഷസ്യേവ ക്രതും ഹന്തും ഉദ്യതസ്യ പിനാകിനഃ. തേജസ്സാൽ ആവിഷ്ടനായ അദ്ദേഹത്തെ കണ്ട വനദേവതകൾ വല്ലാതെ ഭയന്നുപോയി. രുഷ്ടനായ രാമൻ്റെ രൂപം ദക്ഷൻ്റെ യാഗത്തെ നശിപ്പിക്കുവാൻ ഉദ്യുതനായി ഒരുങ്ങിയെത്തിയ രുദ്രനെ പോലെ കാണപ്പെട്ടു. ശ്ലോകം 36, 24 സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. തത്കാർമുകൈരാഭരണൈഹൈരഥച്ഛ തത്വർമഭിച്ചാഗ്നി സമാനവർണൈഹൈ. നൂടി ആ ശ്ലോകം ചൊല്ലാം. തത്കാർമൈമുഖരായ ആഭരണൈരഥച്ഛ തത്വർമഭിച്ചാഗ്നി സമാവർണൈ ബഭൂവ സൈന്യം പിശുദാശനാനാം സൂര്യോദയേ നീലം ഇവാഭ്രജാലം. 36 ശ്ലോകത്തിൻ്റെ അർത്ഥം. കാർമുഖങ്ങൾ, യുദ്ധത്തിനുള്ള മെയ്ക്കോപ്പുകൾ, രഥങ്ങൾ, അഗ്നിസമാനവർണ്ണങ്ങളായ പോർച്ചട്ടകൾ എന്നിവയോടുകൂടിയ രാക്ഷസ സൈന്യം സൂര്യോദയവേളയിൽ കാർമുകിൽ മാല പോലെയായി തീർന്നു. 24 സർഗം സമാപിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.